ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു യാത്ര പോകാനായിട്ടുള്ള പ്ലാനിങ് ആണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ വൈഫ് ഹൗസിൽ പോകണം, അതിനുശേഷം അവിടെ നിന്ന് 2-3 സ്ഥലത്ത് പോകാനുള്ള പ്ലാനുണ്ട്. നമ്മളെന്നും തുടക്കത്തിൽ പ്ലാൻ ചെയ്യുന്നത് കൊളാവാറാണ് പതിവ്. ഇന്ന് നടത്തണം ഫ്രണ്ട്സ്, നല്ല ഉറപ്പായിട്ട് ഇത് നടത്തണം ഇന്ന്. അതേപോലെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാമോ? വൈഫിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. എത്ര കളറുണ്ടറി അതിൽ? എൻ്റെ കുഞ്ഞിൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മളിന്ന് പോകുന്നത് ബൈക്കിലാണ്, കാണിച്ചു തരാം. നമ്മളിതിലാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ ഡ്രീം ബൈക്കായിരുന്നു, സ്വന്തമാക്കി. ഇനി ഒരുപാട് കാര്യങ്ങൾ സ്വന്തമാക്കാറുണ്ട്, അല്ലേ കുട്ടു? അപ്പോൾ ലെറ്റ്സ് ഗോ. വൈഫ് ഹൗസിൽ നിന്ന് പോവാണ്. ടേറ്റാ കാണിക്കടി പപ്പ പോയിട്ടില്ല, അമ്മ പോയിട്ട് കണ്ട് ഓക്കെ. അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ നേരെ പൊറ്റേ പള്ളിയിലാണ് ആദ്യം പോകുന്നത്. ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് പള്ളിയാണ് കേട്ടോ, പൊറ്റയിൽ പള്ളി. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയില്ല. അങ്ങനെ ഇന്ന് ഈ പള്ളിയിലാണ് പോയത്. പൂജയുണ്ടെന്ന് തോന്നുന്നു. പൂജ കണ്ടിട്ടൊക്കെ വരാം കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള പറ്റുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, അല്ല ഇവിടെ ആണെങ്കിൽ. ഓക്കെ, ശരി. അങ്ങനെ പള്ളിയിൽ പോയി. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു മൈൻഡ് ഒരുമാതിരിയാണ് ഗൈസ്. അപ്പോൾ പള്ളിയിൽ പോയി. നല്ല പള്ളിയാണ്, അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. നെല്ലിമൂട് എങ്ങനെ ഒരു പോയിന്റ് കിട്ടി. ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ പള്ളി കൊച്ചടത്വം എന്നും കൂടെയാണ് അറിയപ്പെടുന്നത്. കൊച്ചടത്വ, അതായത് നമ്മളെ വലിയ എടത്വ പള്ളിയില്ലേ, ആ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ ഈ പള്ളിയിൽ തുടങ്ങും. അവിടുത്തെ അതേ രൂപവും വർഗീസ് പുണ്യാളനും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കൊച്ചടത്വം എന്നും പറയുന്നത്. എന്തായാലും ഓക്കെ, കാണാൻ. പിന്നെ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അടിമലത്തുറയാണ് നിൽക്കുന്നത്. സോമതീരമൊന്നും പറയാം. നമ്മളിവിടെ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കസിൻസും അനിയത്തെയൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ വൈഫും മാത്രമായിട്ട് വരുന്നത്. എന്താ സ്പേസ് ചെയ്തതാ ജാതു. ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ആണ് ഗൈസ്. നല്ല വെയിലാണ്, പക്ഷെ കുഴപ്പമില്ല, ഈ സമയത്ത് നല്ലൊരു വൈബുണ്ട്. ഇത് കുട്ടികളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇവിടെ നല്ല കുറച്ചൊരു പട്ടമൊക്കെ പറത്തുന്നുണ്ട്. ഇതേന കണ്ട, പട്ടം പോണേ, പട്ടം. ഇത് ഇവിടുത്തെ പള്ളിയാണ്, ഫേമസ് പള്ളിയാണ് എന്നാണ് ശ്രുതി പറഞ്ഞത്, എനിക്കറിഞ്ഞൂടാ. കുട്ടുതാ ജാത് കണക്ക് വന്നിട്ടിരിക്കുന്നു. കുട്ടു ഒരു ഹായ് ഓട്. ഓ, മന്ത്രിമാരെ കൊടുക്കണം നമുക്ക്. ശരി, ഇതാ ഈ ഗ്രൗണ്ട് കഴിഞ്ഞ് നേരെ പോകുന്നത് കടലിലോട്ടാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഒരു വെള്ള കുതിര, നല്ല രസമുണ്ട്. വെള്ള കുതിരയാ കോവർ കഴുതയാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. കുതിരയാണ് കേട്ടോ അത്. നല്ല രസമുണ്ട് കേട്ടോ അതിനെ കാണാൻ. ഇവിടെ വേറെ ഒരെണ്ണവും കൂടെ ഉണ്ട്. ഓക്കേ, ഇങ്ങോട്ട് വാ, ചവിട്ട് വാങ്ങാതെ. ചേട്ടനെ പോലെ ഉണ്ട്. ട്രക്ക് ഉണ്ട്, റൈഡിങ് ട്രക്ക്. ഇത് എന്തോ ഒരു മോൺസ്റ്റർ ആഷ അങ്ങനെ എന്തോ ഇതിനെ പറയും. ഇത് ആക്റ്റീവ് ആണോന്ന് എനിക്കറിയത്തില്ല. നല്ല ക്യൂട്ട് ലുക്ക് അല്ലേ കാണാൻ. ഫ്രണ്ട്സ് നോക്കൂ, കണ്ടോ കടലിതാ ഇവിടെ എത്തി. അന്ന് നമ്മൾ വന്നപ്പം അവിടെ നിന്നാണ്, ഏകദേശം അവിടെ നിന്നാണ് നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്.
പക്ഷെ അതാ കടൽ ഇങ്ങെത്തി, നല്ല രീതിയിൽ കടലിങ്ങ് കയറുന്നുണ്ട് കേട്ടോ. നോക്ക്, അങ്ങ് കിടന്ന കടലാണ്, അതാ ഇങ്ങെത്തി കേട്ടോ. മിക്കവാറും സ്ഥലങ്ങളൊക്കെ പോകുന്നതാണ്. അഞ്ച് വർണ്ണപ്പൂവേ കുട്ടു കടലിൽ കളിക്കാനുള്ള പരിപാടിയാണ്. ആ ഹെൽമെറ്റും കൂടെ ഊരി വൈ. ഓക്കോ, തണുപ്പുണ്ടാ? എന്നാലും ഇത്രയും കയറിയത് എങ്ങനെ? ഉമ്മേ, ഇവിടെയൊക്കെ അന്ന് സാധനങ്ങളൊക്കെ വച്ചുകൊണ്ട് വിൽക്കുന്ന ഏരിയ ആയിരുന്നു തോന്നാ. എൻ്റെ അല്ല, അത് ഇവിടെ ആയിരുന്നു. ഇവിടെ നമ്മൾ അങ്ങ് അവിടെ നിന്നതാണ്, നമ്മൾ അവിടെ നിന്നാണ് കളിച്ചത് അന്ന്. ട്രാജഡി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ആഴിമല ക്ഷേത്രമില്ലേ, അതിൽ ശിവനെ കാണാൻ പറ്റും. ദേ നിൽക്കുന്നുണ്ടോ, അത് ആഴിമല ക്ഷേത്രത്തിലെ ശിവനാണ്. ഇത്രയും സൂം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാം. മതി, പോവാ. ഒരിക്കൂടെയാ, വാ. അവള് വരുന്നില്ല, 2-3 വിളിച്ച്. ഒരിക്കൽ കൂടെ വന്നിട്ട് ഇറങ്ങാമേ. ഓക്കെ, ബാ, ഒരിക്കൽ വന്ന്. ബാ, മതി. ബാക്കി അടുത്ത സ്പോട്ടിൽ നിന്ന് നമുക്ക് കളിക്കാം. ഓ ഫ്രണ്ട്സ്, അങ്ങനെ ബീച്ചിൽ കാലൊക്കെ കഴുകി എൻജോയ് ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കുന്ന മുമ്പ് ഈ പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് പോവാം. ഓക്കെ, പള്ളി നല്ല രസമുണ്ട്. നേരെ ബീച്ചാണ്. ഈ ഒരു സമയം നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ വന്ന റെസ്റ്റോറൻറ്റ്. ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ഓർഡർ ചെയ്തത്. ബിരിയാണി, ഓംലേറ്റ്, സാൻഡ്വിച്ച്, പിന്നെ കുട്ടു. കഴിച്ചോ. ഇങ്ങനെ ഇന്നത്തെ ദിവസത്തെ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ആഴിമലയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവക്ക് വയ്യായിരുന്നു, ഒട്ടും വയ്യ. നേരെ വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള മൈൻഡിലാണ് അവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും പറയാട്ടാ? ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം മൈൻഡ് നന്നായിട്ടൊന്ന് റിലാക്സ് ആയി. പിന്നെ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ, സ്പെഷ്യൽ ഡേയ്സ് വീഡിയോസിൽ കാണാം. ബൈ.